വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഗസ സിറ്റി പിടിക്കാനുള്ള പദ്ധതി ഊർജിതമാക്കി ഇസ്രായേൽ. 60,000 സൈനികരെ കൂടി ഇതിനായി നിയോഗിച്ചു. ഇന്ന് മാത്രം 64 പേരെ ഇസ്രായേൽ ഗസയിൽ കൊലപ്പെടുത്തി. ഇതിൽ 19 പേർ ഭക്ഷണത്തിന് വരി നിൽക്കുമ്പോഴാണ് കൊല്ലപ്പെട്ടത്. പട്ടിണി കാരണം 3 പേർ കൊല്ലപ്പെട്ടു. ഗസയിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ എണ്ണം 19,000 കടന്നു. നെതന്യാഹു യുദ്ധവീരനാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ജഡ്ജിമാർക്ക് അമേരിക്ക കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തി. നടപടിയെ UN വിമർശിച്ചു. MC നാസർ ചെയ്യുന്നു. നാസർ, കൂട്ടക്കുരുതി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് തന്നെ 65ഓളം ആളുകൾ കൊല്ലപ്പെടുന്നു. അതും ഭക്ഷണം കാത്തു നിൽക്കുന്നവർ മരിക്കുന്നു. കുഞ്ഞുങ്ങളുടെ കണക്കൊക്കെ വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ്. ആ കണക്കുകളെ സംബന്ധിച്ചും ഇന്നത്തെ പ്രധാനപ്പെട്ട വിവരങ്ങളും. തന്നെ ദോഹ കേന്ദ്രീകരിച്ച് ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അനൗപചാരിക സ്വഭാവത്തിൽ മാത്രമാണ് ചർച്ചകൾ. അതിൽ കാര്യമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാകണമെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഈ പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തിന്റെ കാര്യത്തിൽ വരേണ്ടതുണ്ട്. പക്ഷേ അത് വൈകുകയാണ്. ഒരുപക്ഷെ മറ്റന്നാളേക്കകം വെള്ളിയാഴ്ച വൈകുകയോടുകൂടി ഒരു തീരുമാനം തങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് നെതന്യാഹു മധ്യസ്ഥ രാജ്യങ്ങളെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായിട്ടുള്ള ആ ഒരു പ്രതികരണം വന്നാൽ മാത്രമേ ഹമാസ് അംഗീകരിച്ചതിന് തുല്യമായിട്ടുള്ള ആ വെടിനിർത്തൽ നിർദ്ദേശവുമായിട്ട് ഇസ്രായേൽ സഹകരിക്കുമോ അതുമായിട്ട് മുന്നോട്ട് പോകുമോ എന്നത് സംബന്ധിച്ച ചോദ്യത്തിനുള്ള തൃപ്തികരമായ ഉത്തരം ഒരുപക്ഷെ വെള്ളിയാഴ്ച വൈകിട്ട് മാത്രമായിരിക്കും ലഭ്യമാവുക. പക്ഷേ ഗസ സിറ്റി പിടിച്ചെടുക്കുക എന്ന തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക ലക്ഷ്യം അത് നിറവേറ്റാനുള്ള തുടക്കം ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞതായിട്ടാണ് സൈനിക വക്താവ് ഇന്ന് വൈകിട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഗസ സിറ്റിക്ക് മേൽ ഇന്ന് നടന്നിരിക്കുന്നത്. ഭാഗത്ത് കൂടുതൽ താൽക്കാലിക വസതികളും മറ്റും പണിതുകൊണ്ട് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാക്കി തെക്കൻ ഗസയെ മാറ്റുകയും അവിടേക്ക് ഈ ഗസ സിറ്റിയിൽ നിന്ന് ആളുകളെ കൊണ്ടുവരിക എന്ന വളരെ ആസൂത്രിതമായിട്ടുള്ള വംശഹത്യ പദ്ധതിയിലേക്കാണ് ഇസ്രായേൽ ചുവടുവെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ 60,000 റിസർവ് സൈനികരെ പുതുതായിട്ട് ഈ ഒരു ചുമതലയ്ക്കായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ വിദേശ രാജ്യങ്ങളിലുള്ള ഇസ്രായേൽ പൗരന്മാർക്കിടയിൽ നിന്ന് സൈനിക വൃത്തിക്കായി ഒരു 15,000 പേരെയെങ്കിലും ഉടൻ തന്നെ കണ്ടെത്താനുള്ള നീക്കവും ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട്. കാരണം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഗസ സിറ്റിയെ പൂർണ്ണമായിട്ടും തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരണമെന്ന നിർദ്ദേശമാണ് പ്രധാനമന്ത്രി നെതന്യാഹു സൈന്യത്തിന് നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ സൈനിക സന്നാഹങ്ങൾ ഗസ സിറ്റി കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോ 64 പേരാണ് ഔദ്യോഗിക കണക്ക് പ്രകാരം ഇന്ന് രാവിലെ മുതൽ ഈ രാത്രി വരെയുള്ള സമയത്ത് കൊല്ലപ്പെട്ടത്. ഈ 64 പേരിൽ 19 പേർ ഈ ഭക്ഷണത്തിന് വേണ്ടി വരി നിന്ന സാധാരണ വിഷന്നൊട്ടിയ മനുഷ്യർക്ക് നേരെ വെടിയുതിർത്തുകൊണ്ടാണ് അവരെ വകവരുത്തിയത്. അങ്ങനെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇപ്പോൾ 2000-ന് മുകളിൽ എത്തി നിൽക്കുകയാണ്. ഈ 22 മാസമായി നടന്ന കുരുതിയിലൂടെ 62,000-ത്തിലധികം പേരാണ് ഇതിനകം കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ 19,000-ഓളം കുട്ടികളാണ് ഉൾപ്പെടുന്നത് എന്നുകൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ആക്രമണത്തിന് പുറമെ ഈ 62,000-ത്തിന് പുറമെ 10,000-കണക്കിന് ആളുകൾ ഈ തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3,50,000-ലധികം പേരെയാണ് ഈ വംശഹത്യാ പദ്ധതിയുടെ ഭാഗമായി ഇസ്രായേൽ പിന്നിട്ട് 22 മാസങ്ങളിലായിട്ട് കൊല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നത് സംബന്ധിച്ച് മറ്റന്നാൾ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണം, സിവിലിയൻ കൂട്ടക്കുരുതി, വംശഹത്യ അതിന്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നീങ്ങും എന്ന മുന്നറിയിപ്പ് കൂടിയാണ് UN ഏജൻസികളും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളും നൽകിക്കൊണ്ടിരിക്കുന്നത്. ധന്യ. മാത്രമല്ല ഇന്ന് വന്ന വാർത്തകളിൽ വളരെ ഞെട്ടലുണ്ടാക്കിയില്ലെങ്കിൽ നേരത്തെ തന്നെ അറിയാം ട്രംപിന്റെ നിലപാട് എന്താണ് എന്നുള്ളത്. പക്ഷേ അത് നെതന്യാഹുവിനെ പുകഴ്ത്തലിലേക്ക് കൂടി കടക്കുമ്പോൾ അത് ഇതുവരെ ഉണ്ടായിരുന്നതുപോലെയല്ല. യാതൊരു നിലപാടുമില്ലാതെ ഗസയിലെ കാര്യത്തിൽ എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ടോ? ഏത് സാഹചര്യത്തിലാണ് ട്രംപ് ഇന്ന് അങ്ങനെ പുകഴ്ത്തൽ നടത്തിയത്? ധന്യ, ഇത് നേരത്തെ മുതൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കൈക്കൊണ്ടുവന്ന ഒരു സമീപനം, തുറന്ന ഒരു പിന്തുണ ഇസ്രായേൽ നേതൃത്വത്തിന്, സൈനിക നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിനും നൽകുന്ന ആ പിന്തുണ ആവർത്തിക്കുക മാത്രമാണ് ഇന്നിപ്പം ട്രംപ് ചെയ്തിരിക്കുന്നത്. കാരണം പിന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സൈനിക പദ്ധതിയെ സംബന്ധിച്ച് അത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവർ നടത്തുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്ന് ആദ്യഘട്ടത്തിൽ ട്രംപ് ഒരു പ്രതികരണം നടത്തി. തുടർന്ന് ട്രംപ് പറയുന്നത്
ഹമാസിനെ പൂർണ്ണമായിട്ട് തകർത്തെങ്കിൽ മാത്രമേ ബന്ദികളെ മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുതിയ സൈനിക പദ്ധതിയെ പ്രത്യക്ഷത്തിൽ തന്നെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് കൂടുതൽ സൈനിക ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും ഇസ്രായേലിന് വേണ്ടി ഒരുക്കി കൊടുക്കാനുള്ള നീക്കങ്ങൾ വളരെ ത്വരിതഗതിയിൽ തന്നെ നടക്കുന്നു. അതുകൊണ്ട് മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തും ഇപ്പോൾ പോലും പ്രതീക്ഷ വെക്കുന്നത് അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു വെടിനിർത്തൽ നിർദ്ദേശമാണ് ഇപ്പോൾ ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ആണ് ഈ 2 മാസം നീണ്ടു നിൽക്കുന്ന താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് അമേരിക്കൻ ട്രംപ് ഭരണകൂടം അതിനെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുമെന്ന് ഈ 2 രാജ്യങ്ങളും ഖത്തറും ഈജിപ്തും കരുതുന്നുണ്ട്. പക്ഷേ ട്രംപിൻ്റെതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ ഇപ്പോൾ ഗസ സിറ്റി പിടിച്ചടക്കാനുള്ള അല്ലെങ്കിൽ ഗസയിൽ നിന്ന് പൂർണ്ണമായിട്ടും പലസ്തീനികളെ പുറന്തള്ളാനുള്ള ആ നീക്കത്തിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് പരസ്യമായിട്ട് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതേസമയം അനൗപചാരികമായിട്ടുള്ള ചർച്ചയിൽ ഈ ഒരു വെടിനിർത്തലിനെ തങ്ങൾ പിന്തുണയ്ക്കുന്നതായിട്ട് മധ്യസ്ഥ രാജ്യങ്ങളെ ഈ ട്രംപ് ഭരണകൂടം അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇന്നിപ്പം നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അതോടൊപ്പം തന്നെ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് എന്നിവർക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നേരത്തെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും മറ്റും ഈ 2 പേരും തങ്ങളുടെ മണ്ണിലെത്തിയാൽ പിടികൂടി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് കൈമാറുമെന്ന പ്രഖ്യാപനവും നടത്തിയിരുന്നു. പക്ഷേ ട്രംപ് ഇതിനെ പൂർണ്ണമായിട്ടും ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരിക മാത്രമല്ല, ഇന്ന് കൂടുതൽ ഉപരോധങ്ങൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ജഡ്ജിമാർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നീക്കത്തെ നെതന്യാഹു വലിയ ധീരമായിട്ടുള്ള ഒരു ചുവടുവെപ്പ്, അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു നീക്കം എന്ന അർത്ഥത്തിൽ അതിനെ പ്രകീർത്തിക്കുകയാണ് ചെയ്തത്. ട്രംപിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയും നെതന്യാഹു അറിയിച്ചു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇസ്രായേലിന് പരിരക്ഷ, നയതന്ത്ര തലത്തിലുള്ള പരിരക്ഷ നൽകുന്നു, ആയുധങ്ങൾ നൽകുന്നു. അതോടൊപ്പം തന്നെ പ്രതികരണത്തിലൂടെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്രൂരമായിട്ടുള്ള വംശഹത്യയെ പൂർണ്ണമായിട്ട് ന്യായീകരിക്കുന്ന ഒരു ട്രംപിനെ കൂടി കാണുമ്പോൾ ചിത്രം വ്യക്തമാണ്. കാരണം ഇത് അമേരിക്കയുടെ പൂർണ്ണമായിട്ടുള്ള ആശീർവാദത്തോടു കൂടി നടക്കുന്ന ഏറ്റവും വലിയ, ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ ഒരു വംശഹത്യാ പദ്ധതിയായിട്ട് ഗസ മാറുകയാണ് എന്നത് തന്നെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇനി അതല്ല അനൗപചാരികമായ ചർച്ചയിലൂടെ ഒരു വെടിനിർത്തലിനെ ട്രംപ് ഭരണകൂടം പിന്തുണയ്ക്കുമോ എന്നത് സംബന്ധിച്ച ചോദ്യത്തിന് ഒരുപക്ഷെ 1-2 ദിവസങ്ങൾക്കുള്ളിൽ മാത്രമായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു മറുപടി ലഭിക്കുക. തന്നെയാ നസറൊപ്പം തന്നെ ലോകരാജ്യങ്ങളുടെ പ്രതിഷേധം അതെങ്ങനെ തുടരുന്നു? ഈ കണക്കുകൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത്തരം പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഇസ്രായേലിനകത്ത് തന്നെ വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യമുണ്ട്. അതിന്റെ വിവരങ്ങൾ കൂടി. തന്നെ ഇന്നിപ്പോ ഹമാസിന്റെ ഒരു പ്രഖ്യാപനം അല്പം മുമ്പ് പുറത്തു വന്നിരിക്കുന്നത്. കാരണം അതിക്രൂരമായിട്ടുള്ള ആക്രമണ പദ്ധതിയിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നതിന്റെ ആ ഒരു ആശങ്ക പങ്കുവെച്ചുകൊണ്ടാണ് ഹമാസിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ലോകാടിസ്ഥാനത്തിൽ തന്നെ എല്ലാ ജനവിഭാഗങ്ങളും പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങണമെന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആഹ്വാനം ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നു. മിക്ക യൂറോപ്യൻ നഗരങ്ങളിലും നാളെയും മറ്റന്നാളുമായി ഏറ്റവും ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾക്കുള്ള നീക്കങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഇസ്രായേലിനുള്ളിൽ ജെറൂസലമിലും ഹൈഫയിലും അതോടൊപ്പം തന്നെ ജെറൂസലം ഉൾപ്പെടെയുള്ള മറ്റ് നഗരങ്ങളിലൊക്കെ, അധിനിവേശ നഗരങ്ങളിലൊക്കെയും അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളാണ് ഈ രാത്രിയിലും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ 60,000 സൈനികരെ പുതുതായിട്ട് നിയോഗിക്കാനുള്ള പ്രഖ്യാപനം വന്നതോടുകൂടി തന്നെ ഈ യുദ്ധം അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു നെതന്യാഹു സർക്കാരിന്റെ ഒരു നീക്കത്തെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു സൂചന ലഭിച്ചതോടുകൂടി ബന്ദികളുടെ ബന്ധുക്കൾ അതിശക്തമായി തന്നെ അവർ രംഗത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിഡിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രതിപക്ഷ പാർട്ടി നേതൃത്വങ്ങളാണ് പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കാരണം ബന്ദികളുടെ ജീവൻ വെച്ചുള്ള ഒരു കളിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിൽ ബന്ദികളുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു ആക്രമണം അവസാനിപ്പിച്ച് ഹമാസുമായിട്ട് ഒരു കരാറിൽ എത്തിച്ചേരണം. 2 മാസത്തെ വെടിനിർത്തൽ കരാറിനെ ഹമാസ് സ്വാഗതം ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരമൊരു കരാറുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ബന്ദികളെ ജീവനോടുകൂടി സുരക്ഷിതമായിട്ട് നമുക്ക് തിരിച്ചെത്തിക്കാൻ സാധിക്കും. അതല്ല എങ്കിൽ അവരുടെ ജഡങ്ങൾ മാത്രമായിരിക്കും ലഭിക്കാൻ പോകുന്നതെന്ന മുന്നറിയിപ്പാണ് പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിഡ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആഭ്യന്തര സമ്മർദ്ദവും യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്മർദ്ദവും ഒക്കെ തുടരുന്നുണ്ടെങ്കിലും തന്റെ സൈനിക ലക്ഷ്യങ്ങൾ, താൻ മുന്നിൽ കാണുന്ന സൈനിക പദ്ധതി കൃത്യമായിട്ടുള്ള വംശഹത്യ പദ്ധതിയുമായി തന്നെ മുന്നോട്ട് പോകാൻ ഉറച്ചിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് നമ്മൾ കാണുന്നത്.
അതോടൊപ്പം തന്നെ പ്രതിരോധ മേഖലയിൽ വലിയ തുക കൂടുതൽ വെക്കുന്നതായ ഒരു പ്രഖ്യാപനം ഇന്നലെ ധനമന്ത്രി സ്മോട്രിക് നടത്തി. മറ്റ് പല മന്ത്രാലയങ്ങളുടെയും ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടാണ് പ്രതിരോധ മന്ത്രാലയത്തിന് കൂടുതൽ തുക വകയിരുത്താനുള്ള തീരുമാനത്തിൽ ധനമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ ഈ യുദ്ധം മൂലം ഇസ്രായേലിന്റെ സാമ്പത്തിക തളർച്ച വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്ന കണക്കുകൾ കൂടിയാണ് ഏറ്റവും അവസാനം പുറത്തു വന്നിരിക്കുന്നത്. ധന്യ. ഒപ്പം തന്നെ ഗസയിലെ അവസ്ഥ നമുക്കറിയാം. ഭക്ഷണം കാത്തു നിൽക്കുന്നവരെ പോലും ആക്രമിച്ച് കൊലപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പട്ടിണി മരണമുണ്ട്, പോഷകാഹാരക്കുറവിൽ കുഞ്ഞുങ്ങൾ മരിക്കുന്നു. ആ കണക്കുകളാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്. അത്തരത്തിൽ നിലവിലെ ഒരു സാഹചര്യം അങ്ങോട്ട് ഭക്ഷണം ഉൾപ്പെടെയുള്ള അവരുടെ അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിലുള്ള തടസ്സങ്ങൾ അത് ഏതു തരത്തിൽ നീക്കാമെന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിന്റെ വിവരങ്ങളും ധന്യ. പട്ടിണി അതിന്റെ പാരമ്യത്തിൽ തന്നെ തുടരുകയാണ്. ഇപ്പൊ അല്പം മുമ്പ് ലോക ഭക്ഷ്യ സംഘടനയുടെ ഒരു പത്രക്കുറിപ്പ്, അവരുടെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നു. ഏറ്റവും ആസൂത്രിതമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു പട്ടിണിയാണിപ്പോൾ ഗസയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായി രൂപപ്പെട്ട ഒന്നല്ല. അതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ട്. കാരണം ആയിരക്കണക്കിന് ട്രക്കുകൾ ഗസ അതിർത്തിയിൽ കാത്തുകെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ട്രക്കുകൾ ഏറ്റവും കുറഞ്ഞത് ദിവസം ഒരു 600 ട്രക്കുകൾ എത്തിക്കേണ്ടതിന് പകരം 20-30 ട്രക്കുകളിൽ മാത്രമായിട്ട് ഗസയിലേക്ക് അയക്കുന്ന ട്രക്കുകളുടെ എണ്ണം പരിമിതപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ ഇത് തുടരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പട്ടിണി അതിന്റെ കൂടുതൽ ഭ്രാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ആ വ്യാപ്തിയിലേക്ക് നീങ്ങുന്നത് തടയാനുള്ള അതിശക്തമായിട്ടുള്ള നീക്കങ്ങൾ വേണമെന്നാണ് ലോകാരോഗ്യ സംഘടനയും ലോക ഭക്ഷ്യ പദ്ധതിയും ഇന്നിപ്പോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതേസമയം തെക്കൻ ഗസയിൽ തങ്ങളുടെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് പണിയുന്നതിന് വേണ്ടി കൂടുതൽ താൽക്കാലിക ടെന്റുകളും മറ്റും അങ്ങോട്ട് അയക്കാനുള്ള പ്രക്രിയക്ക് ഇന്നലെ മുതൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ പട്ടിണി കിടക്കുന്നതല്ല, തങ്ങളുടെ ആസൂത്രിതമായിട്ടുള്ള ഈ വംശഹത്യ പദ്ധതി വിജയിപ്പിച്ചെടുക്കാനുള്ള ഉപകരണങ്ങൾ മാത്രം എത്തിക്കുകയും മരുന്ന്, വെള്ളം, ഭക്ഷണം, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ ഇവ അയക്കുന്നതിൽ ഒരു തീരുമാനം കൈക്കൊള്ളാത്തൊരവസ്ഥയിൽ സ്വാഭാവികമായിട്ടും ഈ ദുരിതം എന്നത് അല്ലെങ്കിൽ പട്ടിണി മരണം എന്നത് ഇപ്പോൾ പൊതുവായിട്ട് 3 പേർ കൂടിയാണ് പട്ടിണി മൂലം മരണപ്പെട്ടിരിക്കുന്നത്. 100-ലധികം കുട്ടികൾ തന്നെ പട്ടിണി മൂലം മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അത് തടയാനുള്ള ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. ചില രാജ്യങ്ങളോട് എയർ ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു അനുമതി ഇസ്രായേൽ നൽകിയിട്ടുണ്ട്. ആ രാജ്യങ്ങൾ അത് നിർവഹിക്കുന്നുണ്ട്. പക്ഷെ ആ ഭക്ഷ്യവസ്തുക്കൾ കുറ്റമറ്റ രീതിയിൽ അർഹരായവർക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം പോലും ഇല്ല. അതുകൊണ്ടാണ് ഇന്നും 19 പേർ വെടിയേറ്റ് മരിക്കുന്ന, ഭക്ഷണത്തിന് കാത്തു നിൽക്കെ വെടിയേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിനെ മറികടക്കണമെങ്കിൽ കൂടുതൽ സഹായ ട്രക്കുകൾ അനുവദിക്കണം, കുറ്റമറ്റ ഒരു വിതരണ സംവിധാനം ഉണ്ടാകണം, എല്ലാ ഭാഗങ്ങളിലേക്കും ഇവ എത്തിക്കാൻ UN ഏജൻസികളുടെ പിന്തുണ തേടണം. പക്ഷെ ആ നീക്കങ്ങളിലൊക്കെയും മാറി നിൽക്കുകയും തങ്ങളുടെ ആസൂത്രിതമായിട്ടുള്ള ഈ വംശഹത്യ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി ഈ UN-നുള്ള എല്ലാ പിന്തുണയും ഇസ്രായേൽ പിൻവലിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ധന്യ. ശരി. സൗദിയിലെ റിയാദ് ഗർജിനടുത്ത് പിക്കപ്പ് വാനും ട്രെയിലറും കൂട്ടിയിടിച്ച് മലയാളിയടക്കം 4 പേർ മരിച്ചു. മലപ്പുറം വാണിയമ്പലം സ്വദേശി ബിഷാറാണ് മരിച്ചത്. 29 വയസ്സായിരുന്നു. മരിച്ച മറ്റു 3 പേർ സുഡാൻ സ്വദേശികളാണ്. മൃതദേഹം ജനറൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബന്ധുക്കൾ, കമ്പനി മാനേജ്മെന്റ്, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവരുടെ സഹകരണത്തോടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനായുള്ള നടപടികൾ പുരോഗമിക്കുന്നു. വിദേശത്ത് നിന്ന് ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഉംറയ്ക്ക് അപേക്ഷിക്കാൻ അവസരമൊരുക്കി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം. നുസുക് ഉംറ എന്ന പേരിൽ ഡിജിറ്റൽ സംവിധാനം വഴിയാണ് സേവനം. വിസ, താമസം, യാത്രാ സൗകര്യങ്ങൾ തുടങ്ങിയ മുഴുവൻ സേവനങ്ങൾക്കും ആപ്ലിക്കേഷൻ വഴി നേരിട്ട് ബുക്ക് ചെയ്യാൻ സൗകര്യമൊരുക്കുന്നതാണ് പദ്ധതി. സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയമാണ് പുതിയ സേവനത്തിന് തുടക്കം കുറിച്ചത്. നുസുക് ഉംറ പ്ലാറ്റ്ഫോമിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മന്ത്രാലയം നടത്തി. umrah.nusuk.sa എന്ന പ്ലാറ്റ്ഫോം വഴി ഒരു ഇടനിലക്കാരന്റെയും സഹായമില്ലാതെ നേരിട്ട് ഉംറ വിസയ്ക്ക് അപേക്ഷിക്കുവാനും ഉംറ നിർവഹിക്കുവാനും സൗകര്യമൊരുക്കുന്നതാണ് പദ്ധതി. തീർത്ഥാടകർക്ക് വിദേശത്ത് വെച്ച് നേരിട്ട് സേവനം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. വിസകൾ, താമസം, ഗതാഗതം, പുണ്യസ്ഥലങ്ങളിലെ സന്ദർശനം, ഗൈഡിംഗ് സേവനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സംയോജിത പാക്കേജുകളായും അല്ലെങ്കിൽ നിശ്ചിത സേവനങ്ങൾ മാത്രമായോ തിരഞ്ഞെടുക്കാൻ ഉപയോക്താക്കളെ പ്രാപ്തരാക്കുന്നതാണ് നുസുക് ഉംറ പദ്ധതി. തീർത്ഥാടകന്റെ അഭിരുചിക്കും ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും അനുസൃതമായി പാക്കേജുകൾ തിരഞ്ഞെടുക്കാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ആദ്യഘട്ടത്തിൽ 7 ഭാഷകളിലായാണ് സേവനം ലഭിക്കുക. ഒന്നിലധികം പേയ്മെന്റ് ഓപ്ഷനുകളും ഈ സേവനം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപേക്ഷ സമർപ്പിക്കുന്നത് മുതൽ എൻട്രി വിസ നേടുന്നതുവരെയുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇലക്ട്രോണിക് രീതിയിൽ പൂർത്തിയാക്കാമെന്നതും പദ്ധതിയുടെ പ്രത്യേകതയാണ്. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമാം.
ഒമാനിൽ ടൂർ പാക്കേജിന്റെ മറവിൽ പ്രവർത്തിക്കുന്ന തട്ടിപ്പ് സംഘം വീണ്ടും രംഗത്ത്. ആകർഷകമായ ടൂർ പാക്കേജുകൾ സമാനമായി വാഗ്ദാനം ചെയ്താണ് സംഘം തട്ടിപ്പ് നടത്തുന്നത്. സലാലയടക്കം ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളികളടക്കമുള്ള നിരവധി പേർ കഴിഞ്ഞ വർഷം കബളിപ്പിക്കപ്പെട്ടിരുന്നു. കുടുംബങ്ങളെ ലക്ഷ്യമാക്കിയാണ് സംഘത്തിന്റെ നീക്കം. സൂപ്പർ മാർക്കറ്റുകൾക്ക് പുറത്ത് റാഫേൽ കൂപ്പൺ കൗണ്ടറുകൾ സ്ഥാപിച്ചാണ് ഇരകളെ കണ്ടെത്തുന്നത്. 5000 പേരിൽ നിന്ന് താങ്കളും കുടുംബവും ടൂർ പാക്കേജിനായി തിരഞ്ഞെടുക്കപ്പെട്ടുവെന്നും പ്രമുഖ ഹോട്ടലിൽ നേരിൽ കാണാനുള്ള ക്ഷണവും പറഞ്ഞ് സംഘം മൊബൈലിൽ വിളിക്കും. നേരിൽ ചെല്ലുമ്പോൾ അവരുടെ ടൂർ കമ്പനിയെക്കുറിച്ചും കുടുംബസമേതം 175 രാജ്യങ്ങളിൽ പോകാനുള്ള ആകർഷകമായ പാക്കേജുകളെക്കുറിച്ചും വിശദീകരിക്കും. നിരവധി വൗച്ചറുകളും 30% കുറവിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് വർഷങ്ങളോളം ബുക്ക് ചെയ്ത് നൽകാമെന്നും വാഗ്ദാനം ചെയ്യും. പാക്കേജ് 300 റിയാൽ അടച്ച് ബ്ലോക്ക് ചെയ്തു വെക്കാനും ബാക്കി മാസം തോറും അടച്ചാൽ മതിയെന്നും പറയും. മസ്കത്തിലെ ഇല്ലാത്ത ഓഫീസിന്റെ വിശദാംശങ്ങൾ നൽകിയാണ് സംഘം കഴിഞ്ഞ വർഷം സലാലയിൽ തട്ടിപ്പ് നടത്തിയത്. ഷോപ്പിങ്ങിന് പോയപ്പോൾ ഒരു ലേഡി അന്ന് ഒരു കൂപ്പൺ തരിലും അതിൽ അന്ന് വൈകുന്നേരം വിളിച്ച് അതിന് പ്രൈസ് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചെല്ലലും പിന്നെ അവിടെ ചെന്നിട്ട് പ്രൈസിനെ കുറിച്ച് പറയലും അതിൻ്റെ ഒപ്പം തന്നെ അവരൊരു പാക്കേജ് കമ്പനിയാണ്, മീൻസ് ഈ ടൂർ പാക്കേജ്. അങ്ങനെ അവിടെ ചെന്ന് അതൊരു ട്രാപ്പാണത്. അവിടെ ചെന്ന് അതിൽ കുറേ അന്ന് മലയാളികളുടെ ക്യാഷ്, ഇന്ത്യക്കാരുടെ ക്യാഷ്, എക്സ്പാട്രിയേറ്റിൻ്റെ ക്യാഷ് കുറേ അവർ മേടിച്ച് അവർ ഇവിടുന്ന് മുങ്ങിയിട്ടുണ്ട്. എൻ്റെയും അതിൽ കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്യാവശ്യം തർക്കമില്ലാത്തൊരു എമൗണ്ട് അന്ന് പാക്കേജിൻ്റെ പേരിൽ അവർ എന്നിൽ നിന്നും തട്ടിയെടുത്തിട്ടുണ്ട്. 2 തവണ അടവ് കഴിഞ്ഞാൽ പിന്നീട് സംഘത്തെക്കുറിച്ച് അറിവുണ്ടാവില്ല. കാർഡിലെ CR നമ്പറും അഡ്രസ്സുമെല്ലാം വ്യാജമായിരുന്നുവെന്ന് പിന്നീടാണ് മനസ്സിലാവുക. സലാലിൽ നിന്ന് മാത്രം ബിസിനസ്സുകാർ ഉൾപ്പെടെ നിരവധി പേർ തട്ടിപ്പിന് ഇരയായിരുന്നു. ഇപ്പം അടുത്തിടെ ഞാൻ കേട്ട് ഇവിടെ നമ്മളുടെ ഒരു സ്ഥാപനത്തിൽ, അറിയപ്പെടുന്ന ഒരു സ്ഥാപനത്തിൽ ഇതേ പരിപാടികൾ നടക്കുന്നുണ്ട്. വീണ്ടും ഒരു ടീം, അത് 2 കൊല്ലം മുമ്പ് വന്ന അതേ ടീമാണോ എന്ന് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ സെയിം പ്രൊസീജിയർ നടക്കുന്നുണ്ടെന്ന് കേട്ട്. ഇത് പക്ക തട്ടിപ്പാണ്. മലയാളിയായ രാധാകൃഷ്ണനും സലീനയും ചേർന്നാണ് കഴിഞ്ഞ വർഷം സലാലയിൽ നിരവധി പേരെ കബളിപ്പിച്ചത്. ഇതിനുശേഷം ഇവർ ബഹ്റൈനിലും ഷാർജയിലും സമാനമായ തട്ടിപ്പുകൾ നടത്തിയെന്നാണ് വിവരം. ഈ വർഷവും സമാനമായ റാക്കറ്റ് സലാലയിലെത്തി ദൗത്യം ആരംഭിക്കുകയും കുറച്ച് ഇരകളെ കുടുക്കിയതായുമാണ് പ്രാഥമിക വിവരം. മീഡിയ 1 സലാല. പൊതുസ്ഥലങ്ങളിലും തെരുവുകളിലും വാഹനങ്ങൾ ഉപേക്ഷിക്കുന്നവർക്ക് 100 കുവൈറ്റ് ദിനാർ പിഴ ചുമത്തുമെന്ന് കുവൈറ്റ് മുനിസിപ്പാലിറ്റി. ഇത്തരം പ്രവൃത്തികൾ പരിസ്ഥിതി ആഘാതമുണ്ടാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഉപേക്ഷിച്ച വാഹനങ്ങൾ യാർഡിലേക്ക് മാറ്റുന്നതിനുള്ള ഗതാഗത ചെലവും ദൈനംദിന ജപ്തി ഫീസും ഉടമകളിൽ നിന്ന് ഈടാക്കും. പൊതുജനങ്ങൾ ഗതാഗത ചട്ടങ്ങൾ പാലിക്കണമെന്നും വാഹനങ്ങൾ ഉപേക്ഷിക്കുന്നത് ഒഴിവാക്കണമെന്നും മുനിസിപ്പാലിറ്റി അഭ്യർത്ഥിച്ചു. കുവൈത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയിൽ 32,000-ത്തിലധികം ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തി. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് 28 പ്രായപൂർത്തിയാകാത്തവർ പിടിയിലായി. ഇവരെ ജുവനൈൽ പ്രോസിക്യൂഷനിൽ കൈമാറി. 1041 ട്രാഫിക് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപകടത്തിൽ 196 പേർക്ക് പരിക്കേറ്റതായും നിയമലംഘനങ്ങളെ തുടർന്ന് 10 വാഹനങ്ങളാണ് പിടികൂടിയിരിക്കുന്നത്. റെസിഡൻസി കാലാവധി കഴിഞ്ഞവരും തിരിച്ചറിയൽ രേഖകൾ ഇല്ലാത്തവരുമായ 140 പ്രവാസികളെ പിടികൂടിയതായും അധികൃതർ അറിയിച്ചു. കുവൈത്തിലെ അബ്ബാസിയ, ഗൈത്താൻ പ്രദേശങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് നിയമലംഘനങ്ങൾക്കെതിരെ സ്വീകരിച്ച നടപടികളുടെ പുരോഗതി മന്ത്രിസഭ പരിശോധിച്ചു. നിയമലംഘനങ്ങൾ തടയുന്നതിനായി സുരക്ഷാ പരിശോധനകൾ ശക്തിപ്പെടുത്തിയതായി ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് അൽ നബാഗ് മന്ത്രിസഭയെ അറിയിച്ചു. പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ദേശീയ സമിതിയുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ചിലരുടെ കുവൈറ്റ് പൗരത്വം പിൻവലിക്കാൻ മന്ത്രിസഭ അംഗീകാരം നൽകി. UAE-യിൽ പുതിയ അധ്യയന വർഷത്തിന്റെ ആദ്യ ദിവസം സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളായ ഗവൺമെന്റ് ജീവനക്കാർക്ക് ജോലി സമയത്തിൽ ഇളവ് പ്രഖ്യാപിച്ചു. മക്കളെ സ്കൂളിൽ വിടാനും തിരികെ കൊണ്ടുവരാനും സൗകര്യമൊരുക്കാനാണ് ഇളവെന്ന് ഫെഡറൽ അതോറിറ്റി അറിയിച്ചു. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് 3 മണിക്കൂർ ജോലി സമയത്തിൽ ഇളവ് നൽകാനാണ് സർക്കാർ ജീവനക്കാർക്കായുള്ള ഫെഡറൽ അതോറിറ്റിയുടെ തീരുമാനം. ഇവർക്ക് ഓഫീസിൽ വരാനും പോകാനും സൗകര്യപ്രദമായ സമയക്രമം അനുവദിക്കണമെന്ന് ഫെഡറൽ മന്ത്രാലയങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും അതോറിറ്റി നിർദ്ദേശം നൽകി. നഴ്സറി, കിൻഡർഗാർട്ടൻ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് ആദ്യ ആഴ്ച മുഴുവൻ ഈ ഇളവ് ലഭിക്കും. കുട്ടികളെ പുതിയ രീതികൾ പരിചയപ്പെടുത്താനാണിത്. ഒരാഴ്ച എല്ലാ ദിവസവും 3 മണിക്കൂർ വരെ ഇളവുണ്ടാകും. പുതിയ നയമനുസരിച്ച് രക്ഷിതാക്കൾക്ക് 3 മണിക്കൂർ വരെ രക്ഷാകർതൃ യോഗം, ബിരുദദാന ചടങ്ങ്, മറ്റു സ്കൂൾ പരിപാടികൾ എന്നിവയിൽ പങ്കെടുക്കാനും അനുവാദമുണ്ട്. വ്യത്യസ്ത കരിക്കുലങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ അധ്യയന വർഷാരംഭത്തിൽ മാറ്റമുണ്ടെങ്കിൽ അതുകൂടി പരിഗണിക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശം നൽകി.
മീഡിയ 1, ദുബായ്. കുവൈത്തിലെ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ വെബ്സൈറ്റിലെയും സഹൽ ആപ്ലിക്കേഷനിലെയും മെയിന്റനൻസ് പ്രവൃത്തികൾ എക്സിറ്റ് പെർമിറ്റ് സേവനത്തെ ബാധിക്കില്ലെന്ന് അധികൃതർ. പബ്ലിക് അതോറിറ്റി ഓഫ് മാൻപവർ മുഖേനയാണ് എക്സിറ്റ് പെർമിറ്റ് നൽകുന്നത്. സേവനം തടസ്സപ്പെടുമെന്ന ആശങ്കയിൽ പ്രവാസികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നെങ്കിലും അത് അടിസ്ഥാനരഹിതമാണെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം പാസിയുടെ വെബ്സൈറ്റും ആപ്പ് അപ്ഡേഷനും ബുധനാഴ്ച ആരംഭിച്ച് വെള്ളിയാഴ്ച വരെ തുടരും. ബഹ്റൈനിലെ മെഡിക്കൽ സ്ഥാപനങ്ങൾക്ക് പുതിയ ഏകജാലക ഓൺലൈൻ പ്ലാറ്റ്ഫോം ആരംഭിച്ചു. നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. അദ്വയ എന്ന പേരിലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മെഡിക്കൽ സ്ഥാപനങ്ങൾ, ഡെവലപ്പർമാർ, ഏജൻസികൾ എന്നിവർക്ക് ഓൺലൈൻ വഴി ലൈസൻസിനായി അപേക്ഷിക്കാനും പുതുക്കാനും സാധിക്കും. റിയാദിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി വൈദ്യുതി കേബിൾ മോഷ്ടിച്ച പ്രതികൾ പിടിയിൽ. സുരക്ഷാ അധികൃതരുടെ നേതൃത്വത്തിൽ നടത്തിയ വിദേശികളായ ആളുകളാണ് പിടിയിലായിരിക്കുന്നത്. സ്കൂളുകളും പൊതു സ്വകാര്യ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു മോഷണം. 51 സ്കൂളുകളിലാണ് പ്രതികൾ മോഷണം നടത്തിയത്. മോഷണം നടന്ന സ്കൂളുകൾ താൽക്കാലികമായി ഓൺലൈൻ ക്ലാസ്സിലേക്ക് മാറ്റി. സൗദിയിലെ 3ാമത് വേൾഡ് ഡിഫൻസ് ഷോയ്ക്ക് ഫെബ്രുവരിയിൽ തുടക്കമാകും. ലോകത്തിലെ വിവിധ പ്രതിരോധ മേഖലയിലെ കമ്പനികൾ പങ്കെടുക്കും. പരിപാടിയുടെ ഭാഗമായി മേഖലയുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങൾ, സെമിനാറുകൾ, കരാറുകൾ, എയർ ഷോ തുടങ്ങിയവയും നടക്കും. 3ാമത് വേൾഡ് ഡിഫൻസ് ഷോയാണ് നടക്കാനിരിക്കുന്നത്. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി. അടുത്ത വർഷം ഫെബ്രുവരി 8-നായിരിക്കും തുടക്കം. റിയാദിൽ വെച്ചായിരിക്കും പ്രദർശനം. സൗദി പ്രതിരോധ മന്ത്രിയും ജനറൽ അതോറിറ്റി ഫോർ മിലിറ്ററി ഇൻഡസ്ട്രീസ് വൈസ് ചെയർമാനുമായ പ്രിൻസ് ഖാലിദ് ബിൻ സൽമാൻ ഉദ്ഘാടനം നിർവഹിക്കും. 5 ദിവസം നീണ്ടു നിൽക്കുന്നതായിരിക്കും പ്രദർശനം. സർക്കാർ, സ്വകാര്യ മേഖലയിലെ തന്ത്രപ്രധാന സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയായിരിക്കും പരിപാടി. പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങൾ, സെമിനാറുകൾ, കരാറുകൾ, എയർ ഷോ, അന്താരാഷ്ട്ര എക്സിബിഷനുകൾ, ബിസിനസ് മീറ്റുകൾ, സ്റ്റാർട്ടപ്പ് ആൻഡ് ഇന്നോവേഷൻ സോൺ, ടാലന്റ് പ്രോഗ്രാംസ് തുടങ്ങിയവ ഷോയുടെ ഭാഗമാകും. സൈനിക ചെലവിന്റെ 50% ആഭ്യന്തരവൽക്കരിക്കാനുള്ള ലക്ഷ്യങ്ങളുടെ ഭാഗം കൂടിയാണ് പദ്ധതി. മുൻ പതിപ്പുകളിൽ 76 രാജ്യങ്ങളിൽ നിന്ന് 773 എക്സിബിറ്റർമാരാണ് പങ്കെടുത്തത്. 26 മില്യൺ സൗദി റിയാലിന്റെ കരാറുകളാണ് ധാരണയായതെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈത്തിലെ ജഹ്റ ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷൻ ഏരിയയിൽ 85 വ്യാവസായിക സ്ഥാപനങ്ങളും കടകളും അടച്ചുപൂട്ടി. അഗ്നിസുരക്ഷാ പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് കുവൈറ്റ് ജനറൽ ഫയർഫോഴ്സിന്റെ നടപടി. വിവിധ വകുപ്പുകളുടെ സംയുക്ത സഹകരണത്തോടെയായിരുന്നു പരിശോധന. അതേസമയം സുരക്ഷാ ആവശ്യകതകൾ പാലിക്കാത്ത 122 സ്ഥാപനങ്ങൾക്ക് നിയമലംഘന നോട്ടീസ് നൽകിയതായി അധികൃതർ അറിയിച്ചു. ബഹ്റൈനിലെ മുഖറഖ് ഗവർണറേറ്റിൽ അമിത അളവിൽ എനർജി ഡ്രിങ്ക്സ് കുടിച്ചതിനെ തുടർന്ന് 16 വയസ്സുകാരൻ മരിച്ചു. രക്തയോട്ടം നിലച്ചതാണ് മരണകാരണമെന്ന് ഫോറൻസിക് റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിമിഷപ്രിയയുടെ മോചനത്തിൽ ഇടപെട്ട താൻ വ്യാജനാണെന്നുള്ള കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ട്വീറ്റ് അങ്ങേയറ്റം അമ്പരപ്പിച്ചുവെന്ന് ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് സ്ഥാപകൻ കെ എ പോൾ. വ്യാജമാണെന്ന് എന്തടിസ്ഥാനത്തിലാണ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത്? തനിക്കൊന്നും മറക്കാനില്ലെന്നും നിമിഷപ്രിയയുടെ മകളും ഭർത്താവും യമനിൽ പോയതിന് പണം ചെലവഴിച്ചത് താനാണെന്നും കെ എ പോൾ പറഞ്ഞു. 7 വർഷമായി നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കണമെന്നും കെ എ പോൾ ആവശ്യപ്പെട്ടു. Because what Minister of External Affairs tweeted is fake news. Here is the proof of it. What is fake news? Is this account fake news? Is it not Ministry of External Affairs account number? What I am asking donation for? Is it not the right number? Check it. Is it not the check you have taken money from Nimisha Foundation? $40,000? Is it not proof? How can you violate the fundamental rights? ഈ വർഷത്തെ അബുദാബി ശക്തി അവാർഡുകൾ പ്രഖ്യാപിച്ചു. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ടി കെ രാമകൃഷ്ണൻ പുരസ്കാരത്തിന് ഡോക്ടർ എ കെ നമ്പ്യാർ അർഹനായി. 50,000 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. മികച്ച നിരൂപണത്തിനുള്ള അബുദാബി ശക്തി തായാട്ട് പുരസ്കാരം ഡോക്ടർ ടി കെ സന്തോഷ് കുമാറിന്റെ കവിതയുടെ രാഗപൂർണിമയ്ക്ക് നൽകും. വിവിധ സാഹിത്യശാഖകളിലായി കെ എസ് രവികുമാർ, കെ വി സുധാകരൻ, എം മഞ്ജു, എം ഡി രാജേന്ദ്രൻ, അനിൽകുമാർ ആലത്തുപറമ്പ് തുടങ്ങിയവർക്കും പുരസ്കാരങ്ങളുണ്ട്.
ബഹ്റൈനിൽ അനധികൃത താമസക്കാരെയും നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവരെയും കണ്ടെത്തുന്നതിനായുള്ള പരിശോധനകൾ തുടരുന്നു. നിയമം ലംഘിച്ചതായി കണ്ടെത്തിയ 103 പ്രവാസികളെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കകം രാജ്യത്തു നിന്ന് നാടുകടത്തി. 1200 പരിശോധനകളാണ് രാജ്യത്ത് നടന്നത്. അടുത്ത മാസം UAEയിൽ ആരംഭിക്കുന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ പേരിൽ പ്രചരിക്കുന്നത് വ്യാജ ടിക്കറ്റുകളെന്ന് മുന്നറിയിപ്പ്. സംഘാടകരായ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഏഷ്യ കപ്പ് മത്സരങ്ങളുടെ ടിക്കറ്റ് വിൽപ്പന ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നും ACC വ്യക്തമാക്കി. സെപ്റ്റംബർ 9 മുതലാണ് ദുബൈയിലും അബുദാബിയിലുമായി ഏഷ്യ കപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾ ആരംഭിക്കുക. സെപ്റ്റംബർ 14 ദുബൈയിൽ നടക്കുന്ന ഇന്ത്യ പാക് പോരാട്ടമാണ് ആരാധകർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന മത്സരം. ഇതിന്റെ അടക്കം വ്യാജ ടിക്കറ്റുകൾ ഓൺലൈനിൽ വിറ്റഴിയുന്ന സാഹചര്യത്തിലാണ് ക്രിക്കറ്റ് ആരാധകർക്ക് ACC ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. ഏഷ്യ കപ്പിന്റെ ടിക്കറ്റ് എന്ന പേരിൽ ഇപ്പോൾ ലഭിക്കുന്ന ടിക്കറ്റുകൾ വ്യാജമാണെന്നും വൻ തട്ടിപ്പാണെന്നും ACC വ്യക്തമാക്കുന്നു. ഇത്തരം ടിക്കറ്റുമായി സ്റ്റേഡിയത്തിലെത്തുന്നവർക്ക് അകത്തേക്ക് പ്രവേശനം ലഭിക്കില്ലെന്ന് ACC അറിയിച്ചു. ടൂർണമെന്റിലേക്കുള്ള ടിക്കറ്റ് വിൽപ്പന ഇതുവരെ ആരംഭിച്ചിട്ടില്ല. എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡുമായി ചേർന്ന് ഉടൻ ടിക്കറ്റ് വിൽപ്പന ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും കൗൺസിൽ അറിയിച്ചു. ഏഷ്യയിലെ 8 ടീമുകൾ മാറ്റുരയ്ക്കുന്ന മത്സരങ്ങൾ വീക്ഷിക്കാൻ ആയിരക്കണക്കിന് ക്രിക്കറ്റ് പ്രേമികളാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് UAEയിലേക്ക് വിമാനം കയറുക. താമസത്തിനും വിമാനത്തിനുമായി വൻതുക ചെലവിട്ട് ആവേശത്തോടെ സ്റ്റേഡിയത്തിലെത്തുമ്പോഴാണ് പലരും ഓൺലൈനിൽ സ്വന്തമാക്കിയത് വ്യാജ ടിക്കറ്റാണെന്ന് തിരിച്ചറിയുക. ഈ സാഹചര്യത്തിൽ ഏഷ്യ കപ്പിന്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മാത്രം ടിക്കറ്റ് എടുക്കാൻ ശ്രദ്ധിക്കണമെന്നും ACC മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മീഡിയ 1 ദുബായ്. സലാലയിലെ ഏറ്റവും മനോഹരമായ ഇടം ഏതാണെന്ന് ചോദിച്ചാൽ പലരുടെയും ഉത്തരം വാദി ദർബാത്ത് എന്നായിരിക്കും. ഗരീബിന്റെ മഴക്കുളിരിൽ ഇത്തിരി നനയാൻ ഓടിപ്പാഞ്ഞെത്തുന്നവർക്ക് മുന്നിൽ സ്വർഗസമാനമാവുകയാണ് വാദി ദർബാത്ത്. സീസണിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സലാലയിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ കാഴ്ചകൾ കാണാം. ദോഫാർ മലനിരകളിലെ ജബൽ സംഹാന്റെ താഴ്വാരമാണ് വാദി ദർബാത്ത്. ചുറ്റും മരങ്ങൾ നിറഞ്ഞ മലനിരകൾ. ചെങ്കുത്തായിറങ്ങുന്ന മലയുടെ താഴ്വരയിൽ ഒരു തെളിനീരൊഴുകുന്നു. കാലികൾ മേയുന്ന പുൽമേടുകൾ, മരങ്ങൾക്ക് ചേല ചുറ്റി വള്ളിപ്പടർപ്പുകൾ, പൂക്കാനും കായ്ക്കാനും ഒരുങ്ങുന്ന പുൽനാമ്പുകൾ. ഇങ്ങനെ നിരവധി കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ് വാദി ദർബാത്ത്. സഞ്ചാരികൾക്ക് ഉള്ളം കുളിർക്കും വരെ പെഡൽ ബോട്ടുകൾ ചവിട്ടി താഴ്വരയുടെ ശീതളിമ ആസ്വദിക്കാം. ഉന്മേഷത്തിനും ഉണർവിനും ചായയും കാപ്പിയും ഉൾപ്പെടെ ലഘു വിഭവങ്ങളും ജ്യൂസുകളും ഒരുക്കി ഫുഡ് സ്റ്റാളുകൾ, മൊബൈൽ ടോയ്ലറ്റുകൾ തുടങ്ങി സഞ്ചാരികൾക്ക് എല്ലാ സൗകര്യങ്ങളും വാദി ദർബാത്തിൽ ഒരുക്കിയിട്ടുണ്ട്. സീസണിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സലാലയിലെ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് വാദി ദർബാത്ത്. സംഭവം ഇപ്രാവശ്യം ഖരീഫ് സീസൺ നല്ല അടിപൊളിയാണ്. ഇപ്പം 2 ദിവസമായിട്ട് മഴ കുറച്ച് കുറവാണ്. പക്ഷെ എന്നിരുന്നാലും നല്ല വൈബുള്ള സ്ഥലം. പിന്നെ ഒരു കോടമഞ്ഞും വരുമ്പോൾ വഴിയിൽ വെച്ച് ഞങ്ങൾക്ക് നല്ലൊരു കോടമഞ്ഞ് കിട്ടി. തൊട്ടടുത്ത വണ്ടികൾ പോലും കാണാൻ പറ്റാത്ത വിധത്തിൽ. സത്യം അതൊരു അത്ഭുതം പോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു എന്താ പറയുക, ഡെസേർട്ടിൽ അല്ലെങ്കിൽ മരുഭൂമിയിൽ ഇങ്ങനെ ഒരു പുൽമേടും കാണാൻ ശരിക്കും ഒരു മൂന്നാറൊക്കെ ഒരു ഹിൽ സൈഡിൽ പോയാൽ അതേപോലെ നല്ലൊരു വൈബുണ്ട്. ഇപ്രാവശ്യം വെക്കേഷന് നാട്ടിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിള്ളേർക്കെല്ലാം ഇവിടെ വന്നപ്പോൾ നല്ലൊരു നാട്ടിൽ പോയ പോലത്തെ ഒരു ഫീലും നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളും ഉഷാറാണ്. സലാലയിൽ നിന്നുള്ള സഞ്ചാരികളെ തിരിച്ചുപോക്ക് ഇഷ്ടമുണ്ടായിട്ട് സംഭവിക്കുന്നതല്ല. പ്രത്യേകിച്ച് വാദി ദർബാത്തിനോട് യാത്ര പറയുക എന്നത് മനസ്സമ്മതിക്കാത്ത കാര്യമാണ്. മീഡിയ 1 സലാല. OICC ഇൻകാസ് ഖത്തർ സെൻട്രൽ കമ്മിറ്റിയുടെ സംഭാവന പുരസ്കാരം കോൺഗ്രസ് നേതാവ് ചാണ്ടി ഉമ്മന് ദോഹയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. വെള്ളിയാഴ്ച പുരസ്കാരം സമ്മാനിക്കും.
മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് തുമാമ ഒലീവ് ഇന്റർനാഷണൽ സ്കൂളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലാണ് ചാണ്ടി ഉമ്മൻ MLAക്ക് പുരസ്കാരം സമ്മാനിക്കുക. ജീവകാരുണ്യ മേഖലയിലും പൊതുരംഗത്തും ചാണ്ടി ഉമ്മൻ നൽകിയ സേവനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരമെന്ന് KPCC ഗവേഷണ വിഭാഗം ചെയർമാൻ JS അടൂർ അധ്യക്ഷനായ 5-അംഗ ജൂറി അഭിപ്രായപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ OICC ഇൻകാസ് ഖത്തർ അഡ്വൈസറി ബോർഡ് ചെയർമാൻ ജോൺ ഗിൽബർട്ട്, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് എസ് നായർ, ട്രഷറർ ജോർജ് അഗസ്റ്റിൻ, വർക്കിംഗ് പ്രസിഡന്റുമാരായ ജൂട്ടസ് പോൾ, ജീൻ ജോസഫ്, നാസർ വടക്കേക്കാട് എന്നിവർ പങ്കെടുത്തു. സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മീഡിയ 1 ദോഹ. സൗദിയിലെ ത്വായിഫ് പാർക്കിലെ റൈഡ് അപകടത്തിൽ പരിക്കേറ്റ സൗദി ബാലിക മരിച്ചു. 3 ആഴ്ച മുൻപ് നടന്ന അപകടത്തിൽ 23 പേർക്ക് പരിക്കേറ്റിരുന്നു. റൈഡ് അപകടം നടന്നത് 3 ആഴ്ചകൾക്ക് മുന്നേ ആയിരുന്നു. ത്വായിഫിലെ ജബൽ അൽ അഖ്തർ പാർക്കിലെ ബിഗ് പെൻഡുലം റൈഡ് മുകളിൽ നിന്നും 2 ഭാഗങ്ങളായി പൊട്ടി താഴേക്ക് പതിക്കുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട സൗദി ബാലിക വദ്ഹ ബിൻത് അസീസ് അൽ ഫഹമിയാണ് മരിച്ചത്. ത്വായിഫ് കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റി ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെയാണ് അന്ത്യം. ഫഹമിയുടെ സഹോദരിയും അപകടത്തിൽപ്പെട്ടിരുന്നു. സഹോദരിയുടെ ചികിത്സ പുരോഗമിക്കുന്നുണ്ട്. മരണാനന്തര കർമ്മങ്ങൾ ത്വായിഫിൽ നടക്കുമെന്ന് സഹോദരൻ അറിയിച്ചു. അപകടത്തിൽ 23 പേർക്ക് പരിക്കേറ്റിരുന്നു. അപകടവുമായി ബന്ധപ്പെട്ട അടിയന്തരാന്വേഷണത്തിന് ത്വായിഫ് ഗവർണർ ഉത്തരവിട്ടിരുന്നു. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് മന്ത്രാലയം അറിയിച്ചു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ MA യൂസഫ് അലി 10 കോടി രൂപ കൈമാറി. മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നേരിട്ടെത്തിയാണ് ചെക്ക് കൈമാറിയത്. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിലെ ദുരിതബാധിതർക്ക് 50 വീടുകൾ നൽകുമെന്ന് യൂസഫ് അലി പ്രഖ്യാപിച്ചിരുന്നു. വയനാട് ദുരന്തബാധിതർക്കായി ആദ്യഘട്ടത്തിൽ 5 കോടി രൂപ കഴിഞ്ഞ ഓഗസ്റ്റിൽ യൂസഫ് അലി നൽകിയിരുന്നു. കുവൈറ്റ് സെൻട്രൽ ജയിലിലേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥനെ പബ്ലിക് പ്രോസിക്യൂഷൻ റഫർ ചെയ്തു. ഉദ്യോഗസ്ഥന്റെ സംശയാസ്പദമായ പെരുമാറ്റം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ശരീരത്തിൽ ഒളിപ്പിച്ചിരുന്ന രാസവസ്തു കലർന്ന 9 കടലാസ് ഷീറ്റുകൾ കണ്ടെത്തി. ചോദ്യം ചെയ്യലിൽ ഒരു അജ്ഞാത വ്യക്തിയിൽ നിന്നാണ് ഷീറ്റുകൾ കൈപ്പറ്റിയതെന്നും തടവുകാരന്റെ അഭ്യർത്ഥന പ്രകാരം സാമ്പത്തിക പ്രതിഫലം വാഗ്ദാനം ചെയ്തതിനാലാണ് മയക്കുമരുന്നുകൾ എത്തിക്കാൻ ശ്രമിച്ചതെന്നും ഉദ്യോഗസ്ഥൻ സമ്മതിച്ചിരുന്നു. മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി നാട്ടിലെത്തിയ K സൈനുദ്ദീൻ ആബിദിന് നാടിന്റെ സ്നേഹാദരം. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തിയ സൈനുൽ ആബിദിനെ പ്രവർത്തകർ മുദ്രാവാക്യങ്ങളോടെ സ്വീകരിച്ചു. തുടർന്ന് തുറന്ന ജീപ്പിൽ നഗരം ചുറ്റി സ്വീകരണം ഏറ്റുവാങ്ങി. ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറയ്ക്കൽ അബ്ദുള്ള, അഡ്വക്കേറ്റ് K ലത്തീഫ്, AK അബൂട്ടി ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. തലശ്ശേരിയിൽ മുസ്ലിം ലീഗ് തലശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. സൗദിയിലെ യാംബുവിൽ സിറ്റി ക്ലബ് യാംബുവിന്റെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 28, 29 തീയതികളിൽ നടക്കുന്ന മത്സരങ്ങളുടെ ജേഴ്സി പ്രകാശനം നടന്നു. സൗത്ത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസൺ 1 എന്ന പേരിലാണ് മത്സരങ്ങൾ. ടൂർണമെന്റിന്റെ ഔദ്യോഗിക ജേഴ്സി പ്രകാശനം യാംബുവിലെ അൽ ഹിജി ഹോട്ടലിൽ നടന്നു. ക്ലബ്ബ് പ്രതിനിധികളും സ്പോൺസർമാരും മറ്റ് ക്ഷണിക്കപ്പെട്ടവരും ചടങ്ങിൽ സംബന്ധിച്ചു. YIFA ചെയർമാൻ അബ്ദുൽ ഹമീദ് ജേഴ്സി പ്രകാശനം നിർവഹിച്ചു. നാസർ നടുവിൽ, ശങ്കർ ഇളങ്കൂർ, മോനിഷ് തുടങ്ങിയ യാംബുവിലെ സാംസ്കാരിക കായിക സംഘടനാ നേതാക്കൾ സംസാരിച്ചു. ഓഗസ്റ്റ് 28, 29 തീയതികളിൽ യാംബു റദ്വ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ടൂർണമെന്റ് നടക്കുന്നത്. സിറ്റി ക്ലബ്ബ് യാംബു ആദ്യമായി സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിൽ 12 ടീമുകൾ ഏറ്റുമുട്ടും. ടൂർണമെന്റിലെ വിജയികൾക്കും റണ്ണേഴ്സ് അപ്പിനും ക്യാഷ് പ്രൈസും ട്രോഫികളും സമ്മാനിക്കും. ക്ലബ്ബ് പ്രതിനിധികളായ ഫറൂഖ് കാസർഗോഡ്, അഷറഫ് മംഗലാപുരം, ആസിഫ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിയാസ് യൂസഫ്, മീഡിയ 1, യാംബു. പ്രമുഖ പണ്ഡിതനും പ്രഭാഷകനുമായ ജംഷീർ അലി ഹുദവിക്ക് KMCC മലപ്പുറം ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി. കുവൈറ്റ് KMCC സംഘടിപ്പിച്ച ശില്പശാലയിൽ മുഖ്യാതിഥിയായി എത്തിയതായിരുന്നു അദ്ദേഹം. സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് നാസർ മഷൂദ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അജ്മൽ വേഗര അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ KMCCയുടെ പ്രാധാന്യത്തെ പറ്റി ജംഷീർ അലി ഹുദവി വിശദീകരിച്ചു. ഹംസ ഹാജി, ഇസ്മായിൽ കോട്ടക്കൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഗതാഗത നിയമലംഘനങ്ങൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കി ബഹ്റൈൻ ക്രിമിനൽ നിയമത്തിൽ ഭേദഗതി. അശ്രദ്ധ കാരണം സംഭവിക്കുന്ന മരണങ്ങൾക്കും പരിക്കുകൾക്കും ഇനി മുതൽ കടുത്ത ശിക്ഷയായിരിക്കും ലഭിക്കുക. രാജ്യത്ത് ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴയും തടവ് ശിക്ഷയും വർദ്ധിപ്പിച്ചാണ് ബഹ്റൈൻ ക്രിമിനൽ നിയമത്തിൽ ഭേദഗതി വരുത്തിയത്. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനായി കനത്ത ശിക്ഷാ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പീനൽ കോഡിലെ പ്രധാന ചട്ടങ്ങളാണ് ഭേദഗതി ചെയ്തത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെയും മന്ത്രിസഭയുടെ അംഗീകാരത്തെയും തുടർന്ന് രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ
ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. ഭേദഗതി അനുസരിച്ച് ഒരാളുടെ അശ്രദ്ധ കാരണം മറ്റൊരാളുടെ മരണത്തിന് കാരണമായാൽ തടവോ പിഴയോ ചുമത്താം. സാധാരണ ശിക്ഷ 2 മുതൽ 5 വർഷം വരെ തടവോ 2000 മുതൽ 6000 ദിനാർ വരെ പിഴയോ ആയിരിക്കും. തൊഴിൽപരമായ അശ്രദ്ധ, ലഹരി ഉപയോഗം അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടയാളെ സഹായിക്കാതിരിക്കൽ തുടങ്ങിയ സാഹചര്യങ്ങളിൽ ശിക്ഷ കൂടുതൽ കർശനമാക്കും. ഒന്നിലധികം മരണങ്ങൾ സംഭവിച്ചാൽ തടവ് 7 വർഷം വരെയും പിഴ 10,000 ദിനാർ വരെയായും ഉയരാം. കൂടുതൽ ഗുരുതരമായ സാഹചര്യങ്ങളിൽ ശിക്ഷ 10 വർഷം വരെയാകാം. അശ്രദ്ധ മൂലം ഒരാൾക്ക് ശാരീരികമായ പരിക്കുകൾ സംഭവിച്ചാൽ 1 വർഷം വരെ തടവോ 200 ദിനാർ വരെ പിഴയോ ശിക്ഷയായി ലഭിക്കാം. തൊഴിൽപരമായ അശ്രദ്ധ, ലഹരി ഉപയോഗം അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടയാളെ സഹായിക്കാതിരിക്കൽ എന്നിവ കാരണം സ്ഥിരമായ പരിക്ക് സംഭവിച്ചാൽ 1 മുതൽ 5 വർഷം വരെ തടവോ 8,000 ദിനാർ വരെ പിഴയോ ലഭിക്കാം. ഒന്നിലധികം പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യത്തിൽ ശിക്ഷ 2 മുതൽ 7 വർഷം വരെ തടവായി വർദ്ധിക്കാമെന്നും നിയമ ഭേദഗതി വ്യക്തമാക്കുന്നു. പുതിയ നിയമം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ദിവസം മുതൽ പ്രാബല്യത്തിൽ വരും. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. യുഎയിലെ ധനവിനിമയ സ്ഥാപനമായ മാലിക് എക്സ്ചേഞ്ചിന്റെ ലൈസൻസ് റദ്ദാക്കി. കള്ളപ്പണം, തീവ്രവാദ ഫണ്ടിംഗ് എന്നിവ തടയുന്നതിൽ വീഴ്ച വരുത്തിയതിന് യുഎഇ സെൻട്രൽ ബാങ്കാണ് നടപടി സ്വീകരിച്ചത്. സ്ഥാപനത്തിന് 20 ലക്ഷം ദിർഹം പിഴ ചുമത്തും. പരിശോധനയിൽ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. അല്ലയിലെ താജ് അൽ സുമൃദ റെസ്റ്റോറന്റ് അധികൃതർ അടച്ചുപൂട്ടി. വിവിധ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. അൽവഹ ആൽ ആമിറ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന റെസ്റ്റോറന്റിന് അബുദാബി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിയമലംഘനം ആവർത്തിച്ചതിനെ തുടർന്നാണ് സ്ഥാപനം അടപ്പിച്ചത്. സൗദിയിലെ ദമാമിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി മരിച്ചു. കൊല്ലം കുണ്ടുമൻ സ്വദേശി ഷമീറാണ് മരിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഷമീർ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. മൃതദേഹം ദമാം സെൻട്രൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിയമ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. സൗദിയിലെ ദമാമിൽ നിന്ന് കഴിഞ്ഞ ദിവസം കാണാതായ മലയാളിയെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം നിലമ്പൂർ വെളുമ്പിയം പാടം സ്വദേശി റിജോ മണിമല പറമ്പിൽ മത്തായിയാണ് മരിച്ചത്. മൃതദേഹം ദമാം സെൻട്രൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. KMCC വെൽഫെയർ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നിയമ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. തണൽ ബഹ്റൈൻ ചാപ്റ്റർ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കിങ് ഹമദ് ആശുപത്രിയുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പിൽ 70ഓളം പേർ രക്തദാനം ചെയ്തു. വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും പങ്കാളികളായി. പ്രസിഡന്റ് നജീബ് കടലായി, UK ബാലൻ, റഷീദ് മാഹി തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ICF ബഹ്റൈനിൽ പൗരസഭ സംഘടിപ്പിച്ചു. അബൂബക്കർ ലത്തീഫിയുടെ അധ്യക്ഷതയിൽ ICF ഇന്റർനാഷണൽ ഡെപ്യൂട്ടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം ഹാജി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ബാബു രാമചന്ദ്രൻ, ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, ചെമ്പൻ ജലാൽ എന്നിവർ സംസാരിച്ചു. ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഒമാനിലെ ഓപ്പൺ വാട്സ്ആപ്പ് കൂട്ടായ്മയായ ഒമാൻ പ്രവാസി അസോസിയേഷൻ കുട്ടികളുടെ ചിത്രരചനാ മത്സരവും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. ഗുബ്രയിലെ മക്ക ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചായിരുന്നു പരിപാടി. 100ഓളം കുട്ടികൾ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തു. വിജയികൾക്ക് സന്തോഷ് പിള്ള, സുരേഷ് കുമാർ എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ നൽകി. പങ്കെടുത്തവർക്കെല്ലാം പ്രോത്സാഹന സമ്മാനവും സർട്ടിഫിക്കറ്റുകളും നൽകി.